നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ആദ്യത്തെ മാലിന്യ വിമുക്ത നിയോജക മണ്ഡലമായി തൊടുപുഴയെ മാറ്റണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തണൽ എന്ന പേരിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലാതല പരിസ്ഥിതി ദിനാചരണം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മണ്ണപ്പുറം പഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും ഫലവൃക്ഷ തൈ നടീലും സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം മണിയാറൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. റോയ് കെ പോലീസ് MLA സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളായവരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണവും SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടത്തി. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ആദ്യത്തെ മാലിന്യ വിമുക്ത നിയോജക മണ്ഡലമായി തൊടുപുഴയെ മാറ്റണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA അഭിപ്രായപ്പെട്ടു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തണൽ എന്ന പേരിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ മാലിന്യ വിമുക്ത നിയോജക മണ്ഡലമായി തൊടുപുഴയെ മാറ്റണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് അഭിപ്രായപ്പെട്ടു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തണൽ എന്ന പേരിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ നാട്ടില് കഴിഞ്ഞ ഏതാനും വർഷം വലിയ വലിയ പ്രളയങ്ങൾ നമ്മൾ കണ്ടു. ഒരു കോവിഡ് പോലത്തെ മഹാ ദുരന്തം, ഒരു രോഗം നമ്മുടെ ഈ നൂറ്റാണ്ടിനെ തന്നെ മാറ്റിമറിച്ച് കോവിഡിന് മുൻപുള്ള കാലഘട്ടമെന്നും കോവിഡിന് ശേഷമുള്ള കാലഘട്ടമെന്നും പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ക്ലൗഡ് ബേഴ്സ് എന്ന ഒരു ഫിനോമിന, ഒരു പ്രതിഭാസം എല്ലാ വർഷവും നമ്മൾ അനുഭവിക്കുന്നു. മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. ഇന്ന് ഒരു ഉരുൾപൊട്ടലിന് പണ്ട് ഉരുൾപൊട്ടിയാൽ അത് ഫ്രണ്ട് പേജ് വാർത്തയാണ്. ഇന്ന് ഉരുൾപൊട്ടിയാൽ എവിടെയോ ഉരുൾപൊട്ടി എന്നുള്ള ഒരു കമന്റിൽ അവസാനിക്കുന്ന രീതിയിൽ സർവ്വസാധാരണമായിരിക്കുക. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം. നമ്മൾ എന്തൊക്കെ ടെക്നോളജി ഉണ്ടെങ്കിലും, എന്തൊക്കെ പഠിച്ചാലും, എന്തൊക്കെ ജോലി ചെയ്താലും, എന്തൊക്കെ സമ്പത്ത് ഉണ്ടാക്കിയാലും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആ പ്രദേശവും ആ ഭൂമിയും അത് ഇൻടാക്ട് ആയിട്ട് ആ ഭൂമി ഒരു അപകടം കൂടാതെ നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളൊരു അവബോധമാണ് നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുന്നത്. അത് തുടങ്ങേണ്ടത് കോളേജ് കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രായമായ ആളുകളുടെ അടുത്തല്ല, ചെറുപ്രായത്തിൽ ചൊട്ടയിലെ ശീലം തുടരായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ കിൻഡർഗാർട്ടനിൽ പോകുന്ന കുട്ടികളിൽ തുടങ്ങി ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ. പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയിൽ സമൂലമായ മാറ്റം കൊണ്ടുവരണമെന്നും മാലിന്യങ്ങളുടെ തരംതിരിവും നൂതന സംസ്കരണ രീതികളും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. വലിച്ചെറിയൽ സംസ്കാരം അവസാനിപ്പിക്കണമെന്നും ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്നും പ്രകൃതി സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോയിന്റ് രജിസ്ട്രാർ P. സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നടത്തിയ പരിപാടിയുടെ ഭാഗമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ്
ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു, തൊടുപുഴ UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷിൻഡോ ജോർജ് എന്നിവർ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സംസ്ഥാന സഹകരണ യൂണിയൻ പ്രതിനിധി ടോമിച്ചൻ മുണ്ടുപാലം, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷീബാമോൾ ജോസഫ്, അനസ് KH, മിനി CR, രമ്യ R, TK നിസാർ, ബിജു മാത്യു, പ്രദീപ് കുമാർ KM എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാതല പരിസ്ഥിതി ദിനാചരണം നടത്തി. അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൈകൾ നടുന്നത് വെറും പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നാവരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇടുക്കി ജില്ലാതല പരിസ്ഥിതി ദിന ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. പുറപ്പട പഞ്ചായത്തിലെ കുടിഞ്ഞി സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ 5 കഴിഞ്ഞാൽ പിന്നെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ചർച്ചകളും സംസാരങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യമാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ആ സമ്പത്ത് കൊണ്ട് ഉണ്ടാക്കി നിൽക്കുന്ന നമ്മുടെ ഒരു വീട് വെച്ചാൽ ആ വീടിനെ താങ്ങി നിർത്താൻ ആ വീടിരിക്കുന്ന സ്ഥലത്തിനും പ്രകൃതിക്കും കെൽപ്പില്ലെങ്കിൽ ഒരു വലിയ മഴ വന്നാൽ ആ വീട് ഇടിഞ്ഞൊളി നടക്കും. നമ്മുടെ ജീവിതം വലിയ പ്രതിസന്ധിയില്ല. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഞാനിന്ന് ഈ സ്കൂളിൽ കുറച്ചുകൂടെ മുതിർന്ന പിള്ളേരാണ്. സെന്റ് സെബാസ്റ്റ്യൻ മുഴുവൻ LP സ്കൂള്, ലോവർ പ്രൈമറി സ്കൂളും പ്രീ പ്രൈമറി കുട്ടികളൊക്കെയാണ്. അവരോട് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. വീട്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ അമ്മമാര് പരിപാലിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ്, വൈസ് പ്രസിഡന്റ് ടിസി ജോബ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസുകുട്ടി ജോസ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അശ്വതി വിജയൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിയദർശിനി P, കുഞ്ഞി സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പന്നാരക്കുന്നിൽ, ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിസ് മാത്യു, പുറപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിബിത അനൂപ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ്, വാർഡ് മെമ്പർ റനീഷ് മാത്യു, തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആര്യാമ്പ ടിജി, സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിജി M ചെമ്പരത്തി, കൃഷി ഓഫീസർ അനഹ കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും തൈകൾ വിതരണം ചെയ്യുകയും കുട്ടികൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. 12 ബിന്ദുമോൾ, 12 ശ്രീലേഖ, സാരിജ, 17 ഉഷ, 19 പ്രിയ, 20 സി. കൂടിയുണ്ട്. അത് പഞ്ചായത്തിന് ഉള്ളിൽ മൊമെന്റ് വേണം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വണ്ണപ്പുറം പഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തൈ നടീലും സംഘടിപ്പിച്ചു. വണ്ണപ്പുറം SNM സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നല്ല കാലാവസ്ഥയ്ക്കും നല്ല നാളേക്കുമായി എന്ന സന്ദേശം പകർന്ന് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വണ്ണപ്പുറം പഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും ഫലവൃക്ഷത്തൈ നടീലും സംഘടിപ്പിച്ചു. വണ്ണപ്പുറം SNM സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി 1973 ജൂൺ മാസം 5-ാം തീയതിയാണ് ലോകത്ത് ആദ്യമായി ഒരു പരിസ്ഥിതി ദിന ആചരണം തുടങ്ങി വെച്ചത്. ഇന്ന് 53 വർഷങ്ങൾക്ക് ശേഷം 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ അന്നത്തെ ലോകത്തേക്കാളും വളരെയേറെ സങ്കീർണമായ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ഉഴലുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്.
ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ട മുഖ്യ പ്രഭാഷണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയം ജോർജ് സ്വാഗതവും, ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിയദർശിനി പി പദ്ധതി വിശദീകരണവും, സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദുമതി PS പരിസ്ഥിതിദിന സന്ദേശവും നൽകി. ചടങ്ങിൽ ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ആശംസ നേർന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു AP കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് കൃഷി ഓഫീസർ അഭിജിത്ത് PS പരിസ്ഥിതി പഠന ക്ലാസ് നയിച്ചു. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് ഏത് ദിവസം ആരംഭിച്ചെന്നറിയോ? ഇന്നാണ് കാലവർഷം ആരംഭിച്ച ദിവസം. കാലവർഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താ? മഴ അല്ലേ? നമുക്ക് ഇടവപ്പാതിയുടെ ഭാഗമായിട്ട് കാലവർഷം ആരംഭിച്ച ദിവസമാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സമയത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എല്ലാ കൃഷിപ്പണികളും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത് അല്ലേ? കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുന്നവരല്ലേ? നിങ്ങൾക്കിവിടെ അടുക്കള ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മണിയാറൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തല പരിസ്ഥിതി ദിന പരിപാടികൾ റോയ്ക്ക് പോലീസ് MLA സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞയും ഏറ്റെടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ മണിയാറൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടത്തി. സ്കൂൾ ഹാളിൽ നടന്ന യോഗത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി അധ്യക്ഷത വഹിച്ചു. റോയ്ക്ക് പോലീസ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. പുതിയ പുതിയ പേരുകൾ, നമുക്ക് ആർക്കും കേൾക്കാത്ത ഒരുപാട് പേരുകൾ. എൽനിനോ ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളുമൊക്കെ കേൾക്കുന്ന പുതിയ പുതിയ ഓരോരോ പേരുകൾ വരുവാണ്. ശാസ്ത്ര വിഭാഗം ഓരോ സമയത്ത് വരുന്ന പുതിയ പ്രതിഭാസങ്ങളെ ഓരോ പേരുകൾ ഇട്ടുകൊണ്ട് നമ്മൾ അറിയാൻ വേണ്ടി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പ്രതിഭാസങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മുടെ ജീവിത ക്രമങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതിരിക്കുന്നു, മഴ പെയ്യേണ്ടാത്ത സമയത്ത് വലിയ തോതിൽ മഴ പെയ്യുന്നു. അപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന അതിഭീകരമായ ആ വ്യതിയാനം നമ്മുടെ ജീവിതക്രമത്തെ എല്ലാം മാറ്റിമറിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട് ആ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന സംവിധാനം നിലനിന്നാൽ മാത്രമാണ് കർഷകരെ സംബന്ധിച്ച് അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് പറയുന്നത് മനുഷ്യരുടെ ഒരു ഇടപെടൽ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയുന്നു. അതിൻ്റെ പൂർണ്ണമായ വസ്തുത നമ്മളെ സംബന്ധിച്ച് അറിയത്തില്ല. ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക്, ആ മാറ്റങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും ഇന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഏറെ പ്രയാസപ്പെടുകയാണ് നമ്മൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളാൽ കഴിയാവുന്ന ഈ പ്രകൃതിക്ക് ദോഷമുണ്ടാകാതെ ഈ പ്രകൃതി സംരക്ഷിക്കാൻ നമ്മളാൽ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വവും ചുമതലയും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. തുടർന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ടോമി കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസ്ഥിതിയെ സംരക്ഷിക്കാം, ഭൂമിയെ സുന്ദരമാക്കാം. ഭൂമി ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഭവനമാണെന്ന് ഈ ഭൂമി പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന ട്രിസ ജോബി, അംഗങ്ങളായ സ്റ്റീഫൻ, ടെസി തങ്കച്ചൻ, ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ പ്രിൻസിപ്പൽ നീതു M, ഹെഡ്മാസ്റ്റർ ഷൈജ മോൾ, ADA സുജിത, പൊതുപ്രവർത്തകരായ നവാസ്, അനിൽ ആനിക്കനാട്ട്, CP സലീം ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് പ്രസംഗിച്ചു. തുടർന്ന് റോയ്ക്ക് പൗലോസ് MLA സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകളും നട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പായിപ്ര പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് ചെടികൾ നട്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയ് അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പായിപ്ര പഞ്ചായത്ത് തല പരിസ്ഥിതി ദിന പരിപാടികൾ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് ചെടികൾ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യകരമായ ഒരു ഭാവി തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതിനായി നമുക്ക് കൂടുതൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുകയും അതുപോലെ ഒരു വൃക്ഷമെങ്കിലും നട്ട് അതിനെ പരിപാലിക്കാനും നമുക്ക്
നമ്മുടെ പ്രകൃതിയെ ഹരിതാഭമാക്കാനും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ടി ബി സന്തോഷ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സാനി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ മനോജ് എം പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ കുട്ടികളെ ആദരിച്ചു. കുട്ടികളുടെ പരിസ്ഥിതി ഗാനാലാപനം, പോസ്റ്റർ പ്രദർശനം, ചിത്രരചന മത്സരം, പ്രകൃതി നടത്തം, ചെടിനടൽ എന്നിവയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ സ്മിത ദിലീപ്, മൻസൂർ ചേന്നര, MC വിനയൻ, നജീബ് ഇജെ, നിഷാദ് എ, ഷീന നൌഷാദ്, നിഷമോൾ KM, ശാലിനി ഷാജി, ഷീജ സലാം, ജസീന ജമാൽ, PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം, ഹെഡ്മിസ്ട്രസ് സഫീന A, അധ്യാപകരായ റഹ്മത്ത് PM, നൌഫൽ KM, സ്റ്റാലിന ഭായ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഗാന്ധി ദർശൻ വേദിയുടെയും ആശ്രയ ചാരിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. വണ്ണപ്പുറം ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ആശ്രയ ചാരിറ്റി ചെയർമാനും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ വേദിയുടെയും ആശ്രയ ചാരിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. വണ്ണപ്പുറം ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഇളക്കിമറിച്ച ഒരു റിപ്പോർട്ടായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. അതിനുശേഷം അത് കസ്തൂരി രംഗനിലേക്ക് പോയി ഉമ്മൻ റിപ്പോർട്ടിലേക്കും വന്ന് നമുക്കറിയാം. അപ്പോഴൊക്കെ നമ്മൾ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറഞ്ഞാൽ ഈ സഖ്യപർവ്വത നിരകൾ നമ്മുടെ കൊച്ചു കേരളം മുതൽ ഗുജറാത്ത് വരെ 5 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വെസ്റ്റേൺ ഘാട്ടിനെ പറ്റി കേട്ട് കാണും. ആ വെസ്റ്റേൺ ഘാട്ട് എത്ര പേര് കണ്ടിട്ടുണ്ട്? അതാണ് വെസ്റ്റേൺ ഘാട്ടിന്റെ ഭാഗം കോട്ടപ്പാറ മല. ഇവിടെ എല്ലാവരും മനസ്സിലാക്കണം, വെസ്റ്റേൺ ഘാട്ടിന്റെ പാർട്ടാണ് കോട്ടപ്പാറ മല. ഈ വെസ്റ്റേൺ ഘാട്ട് ഇവിടെ തുടങ്ങി അവിടെ കിടക്കുന്ന ഈ വെസ്റ്റേൺ ഘാട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ ക്ലൈമറ്റ്സിനെ, നമ്മുടെ കുടിവെള്ളത്തെ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഭാഗങ്ങളാണ്. അതായത് ഈ വിഷയത്തിലേക്ക് പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ജൈവ അജൈവ എന്ന് രണ്ടായിട്ട് തിരിക്കാം. ജൈവ എന്ന് പറയുമ്പോഴത്തേനും അതിൽ പക്ഷികൾ വരും, മൃഗങ്ങൾ വരും, മനുഷ്യർ വരും, സസ്യങ്ങൾ വരും, കൂടാണ്ട് സൂക്ഷ്മാണുക്കൾ വരും. അജൈവ എന്ന് പറയുന്നത് ഈ ഭൂമി, ജലം, വായു, അതുപോലെ തന്നെ ചൂട്, സൂര്യപ്രകാശം, ഇതൊക്കെ കൂടെ ചേർന്നാണ് അജൈവ എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് പരിസ്ഥിതി ആകുന്നത്. ആ പരിസ്ഥിതിക്ക് ഒരു കോട്ടം എന്നുണ്ടായി എന്ന് വെച്ചാൽ മനുഷ്യൻ ബുദ്ധിപരമായിട്ട് വികസിച്ച് അവന്റെ ബുദ്ധി ഒരു പരിധി വിട്ടുപോകുന്ന കാലഘട്ടത്തിലാണ് പരിസ്ഥിതിക്ക് കോട്ടം വന്നത്. അവന്റെ വലിയ ഫാക്ടറികൾ, അവന്റെ വ്യവസായ ശൃംഖലകൾ, അവൻ ഇടിച്ചു നിർത്തിക്കൊണ്ട് പണിയുന്ന റിസോർട്ടുകൾ, കോറികൾ, ഇങ്ങനെയൊക്കെ. ആശ്രയ ചാരിറ്റി ചെയർമാനും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം വണ്ണപ്പുറം SNM സ്കൂളിലെ SPC സ്റ്റുഡൻസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ ജോർജ് ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന സിദ്ധാർത്ഥൻ, ഷൈനി സന്തോഷ്, SPC കോർഡിനേറ്റർ സജിനി, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, രാമകൃഷ്ണൻ വൈക്കത്ത്, TA ബാബു, സത്യദാസ് ജോസഫ്, ജോൺസൺ കൊടികുത്തിയാനി, AM അബ്ദുൽ ഖാദർ, ജോസ് ആലയ്ക്കാപ്പള്ളിൽ, NM യൂനസ്, ജോജോ കുന്നപ്പള്ളിൽ, ഗ്രേഷ്യസ് മാണി എന്നിവരും വണ്ണപ്പുറം SNM സ്കൂളിലെ SPC സ്റ്റുഡൻസും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളായവരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണവും SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടത്തി. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളായവരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണവും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടത്തി. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. എന്ത് കൂട്ടായ്മയാണെങ്കിലും ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ എന്ന മാതൃകയാകുകയാണ് ഈ സഹോദരങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലസർ ഗ്രൂപ്പ് നമ്മുടെ സാധാരണക്കാർ പോലെ ഉള്ളവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു പ്രസ്ഥാനമാണ് അല്ലസർ ഗ്രൂപ്പ്. ഫൈജാസിനെയും കുടുംബത്തെയും ഏറ്റവും സന്തോഷത്തോടു കൂടി
അഭിനന്ദിക്കുകയാണ്. അപ്പൊ ഇനിയും ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റക്കെട്ടായി സമൂഹത്തിൽ നിന്നുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു. പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷത വഹിച്ചു. അലസർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ബൈജാസ്, ജിടെക് എഡ്യൂക്കേഷൻ ഡയറക്ടർ നോബി സുദർശൻ, പ്രസ് ക്ലബ് സെക്രട്ടറി JS വാട്ടപ്പള്ളിൽ, വൈസ് പ്രസിഡന്റ് PK ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ധ്വനി വിമൻസ് ഫോറം സരസ്വതി വിദ്യാഭവനിലെ കുട്ടികൾക്കായി നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ധ്വനി ഫോറം വൈസ് പ്രസിഡന്റും തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിലെ ഗണിത അധ്യാപികയുമായ ബിന്ദു അജികുമാർ ശില്പശാല നയിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് HEF തൊടുപുഴ ചാപ്റ്ററിന്റെ വനിതാ വിഭാഗമായ ധ്വനി വിമൻസ് ഫോറം സരസ്വതി വിദ്യാഭവനിലെ കുട്ടികൾക്ക് മൈക്രോ ഗ്രീൻ, കൊക്കിഡാമ എന്നിവയുടെ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ധ്വനി ഫോറം വൈസ് പ്രസിഡന്റും തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിലെ ഗണിത അധ്യാപികയുമായ ബിന്ദു അജികുമാർ ശില്പശാല നയിച്ചു. ഈ രീതിയിൽ വെച്ചിരുന്നാൽ മതി. ഇത്രയധികം ചെടികൾ ഉള്ളതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് വലിച്ചെടുക്കും. ഈ വെള്ളം ഇതിനകത്ത് നിങ്ങൾ വൈകുന്നേരം വന്നു നോക്കുമ്പോൾ കാണൂല. കാരണം ഈ ചെടി ഈ വെള്ളം വലിച്ചെടുത്ത് വളരും. പിന്നെ ഇതിനകത്ത് യാതൊരുവിധ വളവും നമ്മൾ കൊടുക്കേണ്ടി വരില്ല. സാധാരണ മറ്റേത് കൃഷി രീതിയിൽ നമ്മൾ വെള്ളവും കൊടുക്കണം, വളമിടണം. ഇതിന് വളമിടണോ? ഒരിക്കലും ആവശ്യമില്ല. ഇതിനകത്ത് ഈ പയറിനകത്തുള്ള പ്രോട്ടീനും അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം വലിച്ചെടുത്തിട്ടാണ് ഈ ചെടി വളരുന്നത്. അതുകൊണ്ട് ഇതിനെന്ത് വേണ്ട? വളം ആവശ്യമില്ല. പിന്നെ ഇത് പറിച്ചെടുത്തല്ല ഉപയോഗിക്കേണ്ടത്. എന്ത് ചെയ്യണം? കത്രിക വെച്ച് ചോട്ടിന്ന് കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. കട്ട് ചെയ്ത് ചെറുതായി വാഷ് ചെയ്താൽ മതി. ഇതൊരിക്കലും നമ്മുടെ വീടിന് വെളിയിലുള്ള കൃഷി ചെയ്യുന്ന വീടിനകത്ത് നമ്മുടെ ജനലരികിലോ അടുക്കളയുടെ ജനലരികിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിന്റെ ജനലരികിലോ ഒക്കെ വയ്ക്കാം. എവിടെ വേണമെങ്കിലും ഒക്കെ വയ്ക്കാം, നമുക്കുള്ള സൗകര്യം അനുസരിച്ച്. അല്ലെങ്കിൽ വരാന്തയിലോ ഒക്കെ വയ്ക്കാം. ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പൊ ജനലിൽ നിന്ന് കിട്ടുന്ന അത്രയൊക്കെ മതി. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുമായിരിക്കും ജനലിന്റെ അങ്ങോട്ട്. അപ്പൊ നമ്മളതിനെ പിറ്റേ ദിവസം തിരിച്ചെടുത്ത് ഇങ്ങനെയെന്ന് വെച്ചാലോ അത് അപ്പുറത്തോട്ട് വളർന്നോളും അല്ലേ? അപ്പൊ ഒരു വളർച്ച ഒരു വശത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ്. സ്കൂൾ പ്രിൻസിപ്പൽ വിധു അധ്യക്ഷത വഹിച്ചു. ധ്വനിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ചീര നമുക്ക് വയറിനായിട്ട് വളർത്താം. അപ്പൊ ചീര നമ്മൾ പല വെറൈറ്റി ഉണ്ട് വളർപ്പിക്കാം. പക്ഷെ നമ്മൾക്ക് ടീച്ചറെ 2 ഗ്രൂപ്പായിട്ട് കാരണം നമ്മൾ 3 ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗ്രൂപ്പ് തിരിക്കും. ഗ്രൂപ്പ് തിരിക്കുമ്പോൾ എങ്ങനെ തിരിക്കണം? ഇനി വട്ടം പിടിക്കുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നൂറ്റാണ്ടിന്റെ പഴമപേറി നഗരത്തിന് കുളിർമയേകുകയാണ് തൊടുപുഴ കോലാനിക്ക് സമീപമുള്ള അമരങ്കാവ്. കോൺക്രീറ്റ് വനങ്ങൾ നഗരം കീഴടക്കി മുന്നേറുമ്പോൾ 4 ഏക്കർ വരുന്ന സസ്യജാലങ്ങളുടെ വിസ്മയം കുടചൂടി നാടിനാകെ തണലേകുന്നു. ഇത്തരം കാവുകളാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന് സംരക്ഷണം ഒരുക്കുന്നതെന്ന് നിസ്സംശയം പറയാം.
വസന്ത ശിശിരങ്ങൾ മാറി മറിയുന്നതും നൂറ്റാണ്ടുകളുടെ മാറ്റം കണ്ടറിയുകയും ചെയ്ത 1000 വർഷങ്ങളുടെ മേൽ പഴക്കമുള്ള കൂറ്റൻ മരങ്ങൾ ആകാശം തൊട്ടു നിൽക്കുന്നതും വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പക്ഷികളും പലതരം പാമ്പുകളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ അമരംകാവ് അത്ഭുതമുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സും ശരീരവും കുളിരണിയുന്ന തണുപ്പ് നമ്മെ പുൽകും. രാജാക്കന്മാരെ അരിയിട്ട് വാഴിക്കാൻ അധികാരമുണ്ടായിരുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അധീനതയിലാണ് കാവിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോഴുമുള്ളത്. ഇത് കാവിന്റെ ചരിത്രപരമായ പ്രാധാന്യമാണ് തെളിയിക്കുന്നത്. അടുത്തിടെ മരണമടഞ്ഞ മലപ്പുറം ആദവനാട്ടിലെ രാമൻ തമ്പ്രാക്കൾ വരെയുള്ളവർ കാവുമായും കാവിന്റെ ചുമതല വഹിക്കുന്ന നാട്ടുകാർ തന്നെ നോക്കുന്ന ഭരണസമിതിയുമായും ബന്ധപ്പെട്ടിരുന്നു. കോലാനി ദേവസ്വത്തിന്റെ അധീനതയിലുള്ള കാവാണിത്. നാട്ടുകാർ തന്നെ ഏർപ്പെടുത്തുന്ന ഭരണസമിതിയാണ് കാവിന്റെ ചുമതല വഹിക്കുന്നത്. കേരളത്തിലെ അപൂർവമായ വനദുർഗാ ദേവീ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൊടുപുഴയ്ക്ക് സമീപത്തുള്ള കോലാനി എന്ന ഗ്രാമത്തിലെ അമരങ്കാവ് ദേവീക്ഷേത്രം. ഏതാണ്ട് 3 ഏക്കറോളം വരുന്ന നിബിഡ വനമാണ് അമരങ്കാവിൻ്റെ പ്രത്യേകത. അമരങ്കാവിനെ സംബന്ധിച്ച് അമരങ്കാവിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രത്യേകതയും അതേപോലെ തന്നെ ഭക്തരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രസക്തിയും ഇത് രണ്ടും കൂടെ സമന്വയിച്ചു കൊണ്ടുപോകുന്ന ഒരു സങ്കല്പമാണ് അമരങ്കാവ് ദേവീക്ഷേത്രം. നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിച്ചു വന്നിരുന്ന ജനസമൂഹം ഈ അമരങ്കാവിനെ ഇത്രയെങ്കിലും സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ നൂറ്റാണ്ടുകളായി നിലനിർത്തിക്കൊണ്ടു പോരുന്ന ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അനേകം ഔഷധ സസ്യങ്ങളും അതേപോലെ തന്നെ അനേകം ചെറുജീവികളും അതേപോലെ തന്നെ പക്ഷികളുമൊക്കെ ഇവിടെ ഈ സങ്കേതത്തിലുണ്ട് എന്ന് പറയുന്നത് തന്നെ ഈ അമരങ്കാവിൻ്റെ പ്രാധാന്യത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ മനുഷ്യരിലേക്ക് നൽകുകയാണ്. കാരണം പ്രപഞ്ചം ഇത് നിലനിന്നാൽ മാത്രമാണ് മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ പറ്റൂ എന്ന ഒരു സങ്കല്പവും ഈ വനദുർഗാദേവി സങ്കല്പം, ഈ വനദുർഗ അമരങ്കാവിലമ്മ നമുക്ക് പകർന്നു തരുന്നു. കാവിന്റെ സംരക്ഷണത്തിനായി നഗരസഭയും സന്നദ്ധ സംഘടനകളും ഇവിടെ കൈകോർക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോലാനി അമരങ്കാവും കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കോലാനിയിലെ ഈ പ്രദേശവാസികളായ ഭക്തജനങ്ങളുടെ ഒരു പ്രാദേശിക തലത്തിലുള്ള കമ്മിറ്റിയാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത്. ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തൊടുപുഴ നഗരസഭയും സംസ്ഥാന ജൈവവൈദ്യ ബോർഡും ചേർന്ന് ഇതിനൊരു പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംരക്ഷണത്തിനായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മതിൽ കെട്ടുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും നാമകരണം ചെയ്യുന്നതിന് നഗരസഭയിൽ നിന്നുള്ള പദ്ധതിയിലും ഉൾപ്പെടുത്തി ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കാലാവസ്ഥയെ വളരെ കാലാവസ്ഥ ഗുണകരമായ രീതിയിലുള്ള നല്ല തണുപ്പും അതോടൊപ്പം തന്നെ ശുദ്ധജലവും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കിട്ടുന്നതിന് ഇതിൻ്റെ സേവനം വളരെ മഹത്തായ ഒരു സേവനമാണ് അമരങ്കാവ് ഇന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംരക്ഷിക്കേണ്ടത് പ്രത്യേകിച്ചും ഇത്രയും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ചെറുതും വലുതുമായ മരങ്ങളും സസ്യങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെയുള്ള ഈ പ്രദേശത്തിൻ്റെ സംരക്ഷണം സമൂഹത്തിന് മാത്രമല്ല നമ്മുടെ ഭൂമിക്ക് തന്നെ വളരെ ആവശ്യകതയുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സംരക്ഷണം നിലനിർത്തുവാനും അതോടൊപ്പം തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും പങ്കാളികളാക്കാറുണ്ട്. കുട്ടികളെയും അതോടൊപ്പം തന്നെ ഗവേഷക വിദ്യാർത്ഥികളൊക്കെ ഞങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ടുവരുവാനും ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 1000 വർഷം പിന്നിട്ടിട്ടും പ്രകൃതിയുടെ താളം ഇന്നും ഇവിടെ അലയടിക്കുന്നു. 100ഓളം ജീവജാലങ്ങളും അപൂർവ ഇനം ഔഷധ സസ്യങ്ങളും നിറഞ്ഞ പ്രകൃതിയുടെ കലവറയാണിത്. ഈ കൊച്ചു വനത്തിനുള്ളിൽ 1000-ലധികം വർഷം പഴക്കമുള്ള വൻ വൃക്ഷങ്ങളുണ്ട്. വിവിധ രൂപങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള ചിത്രശലഭങ്ങൾ, മരങ്ങൾ, പാറിപ്പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ, വിവിധയിനം പാമ്പുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ പൈതൃക സ്വത്തായി കണക്കാക്കിയ 28 കാവുകളിൽ ഒന്നാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കാവിന്റെ സംരക്ഷണത്തിനായി 3 ഏക്കറോളം സ്ഥലം മതിൽ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പനേരം ഇരിക്കുന്നതിനും പ്രകൃതിയെ അടുത്തറിയുന്നതിനുമായി നിരവധി സഞ്ചാരികളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത്. നഗരങ്ങളിൽ താപനില മാറിമറിയുമ്പോൾ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവിന്റെ സന്ദേശമാണ് അമരംകാവ് നൽകുന്നത്. ഗ്രാമങ്ങൾ എന്നതിലുപരി നഗരങ്ങളിലും ഇത്തരം കാവുകൾ സൃഷ്ടിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ കീഴിൽ തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷം ദൈർഘ്യമുള്ള PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 പാസ്സായവർക്കും ഉയർന്ന യോഗ്യതയുള്ളവർക്കും പ്രായപരിധിയില്ലാതെ കോഴ്സിൽ ചേരാനുള്ള അവസരമുണ്ട്. സർക്കാരിന്റെ സാമുദായിക സംവരണ തത്വം പാലിച്ചുകൊണ്ടാണ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നൽകുന്നതെന്ന് അധികൃതർ അറിയിച്ചു.
കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ കീഴിൽ തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷം ദൈർഘ്യമുള്ള PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു. +2 പാസ്സായവർക്കും ഉയർന്ന യോഗ്യതയുള്ളവർക്കും പ്രായപരിധിയില്ലാതെ കോഴ്സിൽ ചേരാം. സർക്കാരിന്റെ സാമുദായിക സംവരണത്വം പാലിച്ചുകൊണ്ടാണ് കോഴ്സിലേക്കുള്ള പ്രവേശനം. SC, ST, OEC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി സൗജന്യമായി പഠിക്കാവുന്നതും ജനറൽ OBC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതുമാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. തുടർന്ന് ചുരുങ്ങിയ കാലത്തെ പ്രവൃത്തി പരിചയത്തിന് ശേഷം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള 5 സ്റ്റാർ ഹോട്ടലുകൾ, ഉല്ലാസ കപ്പലുകൾ, എയർലൈൻസ്, കേറ്ററിംഗ് കമ്പനികൾ തുടങ്ങിയവയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനായി പോകുന്നവർക്ക് വേഗത്തിൽ പാർട്ട് ടൈം ജോലി ലഭിക്കുന്നതിനും ഫുഡ് ക്രാഫ്റ്റ് കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് പ്രയോജനപ്പെടുന്നുണ്ട്. എല്ലാ കോഴ്സുകളിലേക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കുറഞ്ഞ ഫീസും തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യവും ലളിതമായ സിലബസും വിദേശ രാജ്യങ്ങളിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സുകളുടെ പ്രധാന സവിശേഷതകളാണ്. റെഗുലർ കോഴ്സുകളോടൊപ്പം ഈ വർഷം പുതിയതായി ആരംഭിക്കുന്ന 6 മാസത്തെ ബേസിക് കോഴ്സിൻ കേറ്ററിംഗ് ഓപ്പറേഷൻ എന്ന കോഴ്സ് 10ാം ക്ലാസ് പാസ്സായവർക്കും +2 പഠനം പൂർത്തിയാക്കാത്തവർക്കും ഹോട്ടൽ ടൂറിസം മേഖലയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുവാൻ സഹായകരമായിരിക്കും. കോഴ്സുകളിലേക്ക് ഓൺലൈനായി ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയും അപേക്ഷിക്കാം. തൊടുപുഴ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തിലെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. +2 അടിസ്ഥാന യോഗ്യതയുള്ള 1 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശിക്കാവുന്നതാണ്. ഹോട്ടൽ ടൂറിസം മേഖലയിൽ അനന്ത തൊഴിൽ സാധ്യതയുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ 3 കോഴ്സുകളിലായിട്ട് 130 സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അവസാന ദിവസം ജൂൺ 15-ാം തീയതി. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള +2 പാസ്സാകാത്തവർക്കുള്ള 9 മാസത്തെ ബേസിക് കോഴ്സ് ഇൻ കേറ്ററിംഗ് ഓപ്പറേഷൻ എന്ന കോഴ്സുകളിലേക്കും അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തും ഉടനടി ഉയർന്ന ശമ്പളത്തിൽ ജോലി സാധ്യതയുള്ള ഈ കോഴ്സുകളിലേക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടെത്തി ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. SC, ST, OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് തന്നെ ഗ്രാൻഡോടുകൂടി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നൽകാവുന്നതാണ്. മറ്റു വിഭാഗത്തിലുള്ള വാർഷിക വരുമാനം കുറഞ്ഞ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ അംഗീകൃത സ്റ്റൈഫൻഡും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അനേകം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങി വിദേശത്തും ഇന്ത്യയിലും 5 സ്റ്റാർ ഹോട്ടലുകൾ, ഫാസ്റ്റ് ഫുഡ് ചെയിനുകൾ, കേറ്ററിംഗ് മേഖലകൾ തുടങ്ങിയവയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തു വരികയാണ്. നിങ്ങളും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. കൂടുതൽ വിവരങ്ങൾക്ക് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0462224601, 9446747701 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിദ്യാഭ്യാസ വകുപ്പിൽ ചട്ടം പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നാരോപിച്ച് NGO യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിനെ ഉപരോധിച്ചു. ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുന്ന പ്രസവകുമാർ, സെൻസസ് ഡ്യൂട്ടിയിലുള്ള ക്രിസിറ്റോസ്, 6 മാസം മുൻപ് മാത്രം പ്രൊമോഷനായ ജോബി ജേക്കബ് എന്നിവരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. ഉപരോധത്തെ തുടർന്ന് പോലീസ് എത്തി ചർച്ച നടത്തി. കേരള NGO ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാ മുണ്ടിയരുവ സ്കൂളിലേക്കാണ് സ്ഥലം മാറ്റങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇവിടെ ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ പങ്കാളി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ പൊതുസ്ഥലം മാറ്റത്തിൽ അവർക്ക് അർഹമായ പരിഗണന കിട്ടുന്നതാണ്. ആ പരിഗണനകളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് 50 കിലോമീറ്റർ അകലേക്ക് അദ്ദേഹത്തിന് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. അത് ഏത് തരത്തിലുള്ള നീതിയാണ് നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾ അടക്കമുള്ള ഈ ആഫീസിലെ മുഴുവൻ ജീവനക്കാരുടെയും വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യനാണ് സഖാവ് പ്രസുകുമാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സഖാവിനെ കുളമാവ് സ്കൂളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സ്ഥലം മാറ്റിക്കോട്ടെ, ഈ ശമ്പളം കിട്ടാത്ത ഡയറ്റ് സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ എങ്ങോട്ട് വേണമെങ്കിലും സ്ഥലം മാറ്റാം. ഈ തൊടുപുഴയിൽ ഒട്ടേറെ സ്കൂളുകളുണ്ട്, ഒട്ടേറെ ആഫീസുകളുണ്ട്. പക്ഷേ ഒരു മനുഷ്യത്വപരമല്ലാത്ത സമീപനമാണ് ഈ ആഫീസിലെ NGO അസോസിയേഷൻ നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. മരങ്ങളുടെ തുടർ പരിപാലനത്തിന് പ്രത്യേക ജാഗ്രത വേണമെന്ന് റോയി കെ. പോലീസ് MLA. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി
വെള്ളാപ്പാറയിലെ വനംവകുപ്പ് ഡോർമെട്രിയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഴത്തോപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസൺ അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വെള്ളാപ്പാറയിലെ വനംവകുപ്പ് ഡോർമെട്രിയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം വൃക്ഷത്തൈ നട്ട് റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ സാമൂഹിക സന്നദ്ധ സംഘടനകളൊക്കെ വഴിയാണെങ്കിൽ വിതരണം ചെയ്യുക, പ്രദേശമുള്ള സ്ഥാപനങ്ങൾ വഴി അതൊക്കെ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ സംരക്ഷിക്കാനുള്ള അതിൻ്റെ ഒരു ഫോളോ അപ്പ് പരിപാടികൾ പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പോരായ്മ പ്രധാനമായിട്ട് ഞാൻ കാണുന്നതാണ്. തൈകൾ നമ്മൾ നടും, അത് കഴിഞ്ഞ് പിന്നെ അതിനെ നോക്കേണ്ട ഒരു കാര്യങ്ങൾ, അതിനെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളില്ല. വേണ്ടത്ര ഒരു ജാഗ്രത നമ്മൾ പല ഭാഗത്തുനിന്നും കാണുന്നില്ല എന്നൊരു പൊതുവായ ഒരു സ്ഥിതി നമ്മുടെ നാടെമ്പാടും കാണുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നതനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകൾ, ടൗൺ വനം വകുപ്പിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന മരങ്ങളുടെ സംരക്ഷണവും തുടർ പരിപാലനവും ഉറപ്പാക്കണമെന്ന് MLA പറഞ്ഞു. പലപ്പോഴും മരങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ജാഗ്രതക്കുറവുണ്ടാകാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാഴത്തോപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസൺ അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാ തങ്കച്ചൻ, ടിൻഡു സുഭാഷ്, ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ PK വിപിൻ ദാസ്, ജനപ്രതിനിധികൾ, ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം, വൈൽഡ് ലൈഫ് വിഭാഗം, വനം വിജിലൻസ് വിഭാഗം, നഗരംപാറ, ഇടുക്കി റേഞ്ച് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ശലഭോദ്യാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം, സർപ്പ വോളണ്ടിയേഴ്സിന് കിറ്റ് വിതരണം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ആദ്യത്തെ മാലിന്യ വിമുക്ത നിയോജക മണ്ഡലമായി തൊടുപുഴയെ മാറ്റണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തണൽ എന്ന പേരിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലാതല പരിസ്ഥിതി ദിനാചരണം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മണ്ണപ്പുറം പഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും ഫലവൃക്ഷ തൈ നടീലും സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം മണിയാറൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. റോയ് കെ പൗലോസ് MLA സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളായവരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണവും SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടത്തി. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.